ഇതെന്ത് പണിയാ പറ്റിച്ചത്? ഞാനും ഇതിന്റെ പിന്നിലുണ്ടെന്ന സസ്പെൻസ് ഇത്ര വേഗം പൊളിക്കണ്ടായിരുന്നു. ഹേയ്, എന്ത് പ്രോബ്ലം? ഒന്നുമില്ല. കൊണ്ട് ഓടിയ നായുടെ പിറകെ വടിയില്ലാണ്ട് ചെല്ലാൻ പറ്റുമോ? ഇറ്റ് വിൽ ബൈറ്റ് യാർ. ഭയന്ന് ഓടിയ പിള്ളേരെ ഒന്നുകൂടെ ഭയപ്പെടുത്തി, അത്രേ ഉള്ളൂ. ആട്ടെ, അവരിപ്പോ എന്ത് പറയുന്നു? സ്വയം മരിക്കാൻ വേണ്ടി പരസ്പരം മത്സരിക്കുക അവരിപ്പോ. എന്തിനാ മത്സരിക്കുന്നത്? മരിക്കാനുള്ളവൻ എപ്പോഴും എത്തിക്കഴിഞ്ഞു. ആര്? ലുക്ക്, പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല. ലക്ഷ്യം കണ്ടെത്തുന്നതുവരെ ഒന്നുകൂടെ ഒന്ന് സേഫ് ആവാൻ അവന്മാരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതാ അവിടെ. Now let us discuss the plan. Come. ഇതുപോലൊരു സേഫ്റ്റി ചാൻസ് ഇനി ഒരിക്കലും നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഇര നമ്മുടെ വിരൽത്തുമ്പിലെത്തിയിരിക്കുന്നു. നാളെ വൈകുന്നേരം കോട്ട മൈതാനത്ത് ഒരു നാടൻ കലാമേള അരങ്ങേറുന്നുണ്ട്. മുനിസിപ്പൽ ചെയർമാൻ ഉദ്ഘാടനം ചെയ്യുന്ന മേളയിലെ മുഖ്യ അതിഥി ഡോക്ടർ സൂര്യനാരായണൻ. കൃത്യം 3 മണിക്ക് മേളയ്ക്ക് കൊടികേറും. സമാപനം വരെ സൂര്യനാരായണൻ അവിടെ ഉണ്ടാകുമെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ ജനത്തിരക്കിനിടയിൽ നമുക്കെങ്ങനെ? ആ ജനത്തിരക്ക് നമുക്ക് സഹായമാകുമെങ്കിലോ? എങ്ങനെ? കലാപ്രകടനക്കാരുടെ കൂട്ടത്തിൽ നമ്മുടെ ഉണ്ണി ഉണ്ടാവും, പുലികളി വേഷത്തിൽ. അതിഥികൾ ഇരിക്കുന്ന പന്തലിന് സമീപം ഉണ്ണിക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞാൽ പിന്നെ സൂര്യനാരായണന്റെ ജീവൻ മണവാളന്റെ വിരൽത്തുമ്പിലായിരിക്കും. പക്ഷേ ആൾക്കൂട്ടത്തിൽ നമ്മളെങ്ങനെ ഉണ്ണിയെ തിരിച്ചറിയും? ഈ തൂവാല ഏത് അകലത്തിലും ഉണ്ണിയെ നമുക്ക് കാട്ടിത്തരും. കടവുളെ, സത്യമാണോ ഇത്? എവിടെ അവൻ? ഇപ്പൊ തന്നെ പൊക്കണം. ഗണേശ, ദിനേശ, ജീപ്പട്. സാർ, എടുത്തു ചാടുന്നത് അബദ്ധമാണ്. എല്ലാ അടവും പയറ്റി തെളിഞ്ഞവനാണ് മണവാളൻ. തന്ത്രപരമായി വേണം നിങ്ങൾ. നീ എന്നെ തന്ത്രവും മന്ത്രവും ഒന്നും പഠിപ്പിക്കണ്ട. എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. സർ, എസ് ഐ ചെട്ടിയാർ ഫ്രം കണിമംഗലം സ്റ്റേഷൻ. കോട്ടമൈതാനത്ത് കലാമേള ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന സൂര്യനാരായണനെ വധിക്കാൻ പദ്ധതിയുള്ളതായി ഒരു സീക്രട്ട് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നു സാർ. എന്ത്, ഫോഴ്സിനെ അയക്കാമെന്നോ സാർ? ഓക്കെ സാർ, താങ്ക് യു സാർ. എവിടെ പോയി? പാലക്കാട് നിന്ന് കൂടുതൽ ഫോഴ്സിനെ അയക്കാമെന്ന്. യു ഗെറ്റ് റെഡി. അയ്യോ സാർ, അത് മണ്ടത്തരമാണ് സാർ. പോലീസുകാർ മാത്രം വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. അവൻ എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉണ്ണിയുടെ ജീവൻ അപകടത്തിലാവും. ഞാൻ പറഞ്ഞില്ലേ, തന്ത്രപൂർവ്വം മാത്രമേ അവനെ കൊടുക്കാൻ പറ്റൂ. സാർ, ചെട്ടിയാർ വീണ്ടും സ്പീക്കിംഗ്. ഫോഴ്സ് വേണ്ട സാർ, പകരം ഒരു 10 കിലോ പെയിന്റ് മതി സാർ. നോൺസെൻസ്. എന്ത് ഭ്രാന്താണ് താനീ പറയുന്നത്? അയ്യോ, ഭ്രാന്തല്ല സാർ, തന്ത്രമാണ് തന്ത്രം. 5 കിലോ കറുത്ത പെയിന്റും 5 കിലോ മഞ്ഞ പെയിന്റും വാങ്ങിച്ചു തന്നാൽ അവനെ കൊടുക്കുന്നവരെ ഞാൻ ഏറ്റു. തള്ളക്ക് പറയല്ലേ സാർ, വയ്ക്കാം. ഓ, ഇയാളെ എങ്ങനെ പറഞ്ഞ മനസ്സിലാക്കാന്? എന്തിനാ സാർ പെയിന്റ്? കൊലയാളി വരുന്നത് പുലി വേഷത്തിലല്ലേ? അതെ. മുള്ളിനെ മുള്ളു കൊണ്ടുവേണം എടുക്കാൻ. ഗണേശ, ജീപ്പട, ചാർലി സ്ഥലം വിട്. ഇപ്രാവശ്യം പ്രൊമോഷൻ ഉറപ്പായി. ഉണ്ണി ഞാനാ.
എടാ ഇത് ഞാനാ ചാർലി. എടാ, മനസ്സിലായില്ലേ? എടാ ഇത് ഞാനാ. നിന്റെ കയ്യിലെ കെട്ടഴിക്ക്. ഞാൻ കേട്ട എന്റെ ഈ കെട്ട. നീ വെക്കോ വെക്കോ. ഇവിടെ വാടാ. ആഹാ, ഞാൻ ചാർലിയാ. ഏയ് ഞാൻ ചാർലിയാ. ചാർലി പുലിയാണോ? പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. ഞാനാണോ പോലീസിനെ തപ്പുന്ന? പോടോ. സാർ, ഉണ്ണിയെ കാണാനില്ല. എന്തോ കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. മാത്രമല്ല പവിത്രനും ഹൈദരും ബംഗ്ലാവിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. വാട്ട് യു മീൻ? യെസ് സാർ, അതറിഞ്ഞിട്ടാണ് ഞാൻ ഓടിയെത്തിയത്. ദിനേശ രസിച്ച് കളിക്കുവാണോ? പോയി തപ്പിയെടുക്കണോ നോമ്പ്? പോടാ. സൂക്ഷിക്കുക, ഇതിലൊരു പുലി ബോംബാണ്. വിഐപിയെ രക്ഷപ്പെടുത്തു. ബോംബ് വെച്ച മണവാളൻ ഈ കൂട്ടത്തിലുണ്ട്. റെസ്ക്യൂ, റെസ്ക്യൂ, ഡേഞ്ചർ. വീട്ടിൽ പോണ്. ദിനേശ ജീപ്പണ്. വെൽക്കം മിസ്റ്റർ മണവാളൻ, വെൽക്കം. ഇത്രയും നാൾ നീ കളിച്ചില്ലേ, ഇനി ഞങ്ങളുടെ കളി നീ ഒന്ന് കണ്ടോ. മരിച്ചുപോയ ചാർലി തിരിച്ചു വന്നു മണവാള. നിന്റെ സൂര്യൻ അസ്തമിക്കുന്ന കാണാൻ. മണവാളൻ തോൽക്കില്ല. ഒരിക്കലും ഒരിക്കലും തോൽക്കില്ല. ഡോണ്ട് മൂവ്. നന്ദു, എന്തായി കാണിക്കുന്നത്? ഐ എം സോറി ഫ്രണ്ട്സ്. പരാജയത്തിന് കൂട്ടുനിൽക്കാൻ നന്ദിതയ്ക്കാവില്ല. ഇനി നിങ്ങളുടെ ജീവൻ മണവാളന്റെ വിരൽ തുമ്പിലാണ്. വേണമെങ്കിൽ അങ്ങോട്ട് അഭ്യർത്ഥിക്കാം.
പകരം ഞാൻ എന്താണ് തരേണ്ടത്? പറഞ്ഞോളൂ. പറയട്ടെ, ഉം, ജീവിതകാലം മുഴുവനും ഈ ചങ്ങാത്തം, അത് മാത്രം മതി ഞങ്ങൾക്ക്. അല്ലടാ? അത് മതി. തീർച്ചയായും. എന്താ ഇത്? അമ്മയുടെ ജീവൻ രക്ഷപ്പെടുത്താനുള്ള പണം ഇതിലുണ്ട്. ഞാൻ വരട്ടെ. ആ. ബൈ. എത്തപ്പാന്റെ ഗുണ്ടാള് ഓടിക്കോ!